കേരള കലാമണ്ഡലം നൃത്ത പഠന വിഭാഗത്തിൽ ആദ്യമായി ചുവടുവെക്കാനെത്തിയ ആൺകുട്ടി എന്ന നേട്ടം സ്വന്തമാക്കി ഡാനിയൽ എൽദോ ജോസ്. പിറവം സ്വദേശിയും ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസക്കാരനുമായ ഈ 11 വയസ്സുകാരൻ ഭരതനാട്യം ഹ്രസ്വകാല കോഴ്സിനാണ് പ്രവേശനം നേടിയത്. കേരള കലാമണ്ഡലത്തിൽ കഴിഞ്ഞ വർഷമാണ് എല്ലാ കോഴ്സിലും ആൺപെൺ വ്യത്യാസമില്ലാതെ പ്രവേശനം അനുവദിച്ച ഉത്തരവിറക്കിയത്. 16 വർഷമായി ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസക്കാരനായ പിറവം മാമലശ്ശേരി മേച്ചേരി വീട്ടിൽ എൽദോ ജോയുടെയും ഹണിയുടെയും മകനാണ് 11 വയസ്സുകാരനായ ഡാനിയൽ എൽദോ ജോസ്. കലാമണ്ഡലത്തിൽ 6 മാസം ദൈർഘ്യമുള്ള ഹ്രസ്വകാല ഭരതനാട്യ കോഴ്സിനാണ് ഡാനിയൽ പ്രവേശനം നേടിയിരിക്കുന്നത്. കലാമണ്ഡലത്തിലെ ഭരതനാട്യം അധ്യാപകനായ RLV രാമകൃഷ്ണന്റെ ശിക്ഷണത്തിലാണ് ഡാനിയൽ പരിശീലിക്കുന്നത്. ഓസ്ട്രേലിയയിലെ പാഠ്യപദ്ധതി പ്രകാരം 6ാം ക്ലാസ് മുതൽ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. ഡാനിയൽ ആർട്സ് ആൻഡ് ഡാൻസ് ആണ് തിരഞ്ഞെടുത്തത്. കലാമണ്ഡലത്തിലെ കോഴ്സ് പൂർത്തിയാകുന്നതോടെ ഡാനിയൽ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോകും. ഡാനിയലിനെ അഭ്യസിപ്പിക്കുന്നതിൽ ഒരു പുരുഷ നർത്തകൻ എന്ന നിലയിൽ ഏറെ സന്തോഷമുണ്ടെന്നും കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും നൃത്ത അധ്യാപകൻ RLV രാമകൃഷ്ണൻ പറഞ്ഞു. ഒരു നർത്തകനാവാനാണ് ഏറ്റവും വലിയ മോഹം ഡാനിയലിൻ്റെ. ഞാൻ ഈ അടുത്ത ഓസ്ട്രേലിയൻ പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ നൃത്ത പരിപാടി കാണാൻ വരികയും അന്ന് അവിടുത്തെ നൃത്ത പരിപാടിയിൽ ഒരു ചെറിയൊരു ഐറ്റം അന്ന് പഠിക്കുകയും ചെയ്തിരുന്നു. ബേസിക്കലി ഡാനിയൽ നേരത്തെ നൃത്തം പഠിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് കലാമണ്ഡലവുമായിട്ട് എങ്ങനെ സഹകരിക്കുക അല്ലെങ്കിൽ എങ്ങനെ കോഴ്സിന് വരാമെന്ന് അന്ന് മുതൽ നിരന്തരം ആവശ്യപ്പെടുകയും രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു കോഴ്സിന് സാധാരണ എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ആൺകുട്ടികളും അല്ലെങ്കിൽ ചെറിയ കുട്ടികളും വന്നിട്ടില്ല. 8ാം ക്ലാസ്സിലേക്ക് ഫുൾ ടൈം കോഴ്സിനാണ് അഡ്മിഷൻ ഉള്ളത്. ഇപ്പോൾ ഷോർട്ട് ടൈം കോഴ്സിന് ആദ്യമായിട്ടൊരു കുട്ടി ചേരുകയാണ്. അതിൻ്റെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം കലാമണ്ഡലത്തിൽ അങ്ങനെ ഇത്തരം ഓപ്പൺ കോഴ്സുകൾ ധാരാളം വരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കോഴ്സിൽ പഠിക്കാനായിട്ട് എത്തിച്ചേരുന്നു എന്നുള്ളതിൻ്റെ ഒരു ആരംഭം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഡാനിയൽ ഇവിടെ വന്നിട്ടുള്ളത്. നൃത്തം അഭ്യസിക്കാൻ അവസരം തന്ന കലാമണ്ഡലത്തിനോട് നന്ദി പറയാനും ഡാനിയൽ മറന്നില്ല. എനിക്ക് ആദ്യം ഈ യൂണിവേഴ്സിറ്റീനെ ഭയങ്കര താങ്ക് ചെയ്യണം, എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. So I live in Perth, Australia. We had a show where Marsh came and then he performed. It was really admirable to see and watch. It had like a really heartful touch. So yeah, that really inspired me to come over here. He told me there was a short course like this, so I decided to come over here and learn this course. എപ്പോഴും പറയും നമ്മൾ ചിലപ്പോൾ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് വ്യക്തമായൊരു തീരുമാനം ഉണ്ടാവില്ല തൻ്റെ ഭാവിയെക്കുറിച്ച്. പക്ഷേ ഡാനിയലിന് ഞാനിന്ന് രാവിലെ സംസാരിച്ചേ, അപ്പോൾ ഡാനിയലിന് വ്യക്തമായിട്ട് ഒരു തീരുമാനം ഉണ്ടാവുന്ന ഒരു നർത്തകനാവണം, അത് ഭരതനാട്യം തന്നെ വേണമെന്ന് നല്ലൊരു തീരുമാനത്തോടു കൂടിയാണ് ഡാനിയൽ ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നൃത്ത പരിപാടിക്കിടെയാണ് ഡാനിയൽ RLV രാമകൃഷ്ണന്റെ നൃത്തം കാണുന്നതും കലാമണ്ഡലത്തിലേക്ക് വരാനുള്ള താല്പര്യം അറിയിച്ചതും. ചലച്ചിത്രതാരം കൂടിയാണ് ഡാനിയൽ. റഫീഖ് ഇസ സംവിധാനം ചെയ്ത വിശുദ്ധവാരം എന്ന മലയാള സിനിമയിൽ ഡാനിയൽ അഭിനയിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തൃശ്ശൂർ.